ആദ്യ പുസ്തകം അധ്യായം 4 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ആദാം തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. ഞാൻ കർത്താവിൽ നിന്ന് ഒരു പുരുഷനെ നേടിയെന്ന് അവൾ പറഞ്ഞു. പിന്നീട് അവൾ തൻ്റെ സഹോദരൻ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനായി തീർന്നു. കായേൻ ഭൂമിയിൽ പണി ചെയ്യുന്നവനായി. കാലങ്ങൾക്ക് ശേഷം കായേൻ ഭൂമിയുടെ ഫലങ്ങളിൽ നിന്ന് കർത്താവിനൊരു കാഴ്ച കൊണ്ടുവന്നു. ഹാബേലും ആടുകളുടെ പുഷ്ടിയിൽ നിന്ന് കടിഞ്ഞൂലുകളിലൊന്നിനെ കൊണ്ടുവന്നു. ഹാബേലും അവൻ്റെ കാഴ്ചയിലും കർത്താവ് പ്രസാദിച്ചു. കായേനിലും അവൻ്റെ കാഴ്ചയിലും പ്രസാദിച്ചില്ല. കായേൻ വളരെ ഈർഷ്യപ്പെടുകയും അവൻ്റെ മുഖം ദുഃഖപൂർണ്ണമാവുകയും ചെയ്തു. കർത്താവ് കായേനോട് പറഞ്ഞു, നീ ഈർഷ്യപ്പെടുന്നത് എന്തിന്? നിന്റെ മുഖം ദുഃഖപൂർണ്ണമാകുന്നതും എന്തിന്? നീ നല്ലത് ചെയ്താൽ സ്വീകരിക്കപ്പെടുന്നു, നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു. നീ അതിങ്കലേക്ക് തിരിയും, അത് നിന്റെ മേൽ അധികാരപ്പെട്ടിരിക്കും. കായേൻ തൻ്റെ സഹോദരൻ ഹാബേലിനോട്, നമുക്ക് വെളിമ്പ്രദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ വെളിമ്പ്രദേശത്തായിരിക്കുമ്പോൾ കായേൻ തൻ്റെ സഹോദരൻ ഹാബേലിനെതിരെ എഴുന്നേറ്റ് അവനെ കൊന്നു. കർത്താവ് കായേനോട്, നിന്റെ സഹോദരൻ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് അവൻ പറഞ്ഞു. കർത്താവ് അവനോട്, നീ ചെയ്തത് എന്ത്? ഭൂമിയിൽ നിന്റെ സഹോദരൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം വായ തുറന്ന് സ്വീകരിച്ച ദേശത്ത് നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ ഭൂമിയിൽ പണി ചെയ്യുമ്പോൾ അതിൻ്റെ വീര്യത്തിൻ്റെ വർധനവ് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനായി പോകും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ശിക്ഷ സഹിക്കാവുന്നതിലും വലുതാവുന്നു. ഇതാ, നീ ഇന്ന് എന്നെ ഭൂമുഖത്ത് നിന്ന് പുറത്താക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നു നടക്കും. ആരെങ്കിലും എന്നെ കണ്ടെത്തിയാൽ എന്നെ കൊല്ലും. കർത്താവ് അവനോട് പറഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. ഈ കേട്ട തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.